പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങനെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീസസ് ഓഫ് നാസറത്ത്, നസ്രായന യേശു, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആദ്യം 77 ഇറങ്ങിയ സിനിമയാണത്. ഞാനൊരു 6 പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. പക്ഷെ 6 മണിക്കൂറുണ്ട് ആ സിനിമ. പലപ്പോഴായിട്ട് കണ്ടതാ. ബാക്കി എല്ലാ സിനിമയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളേ. പക്ഷെ ഈ സിനിമ 6 മണിക്കൂർ. നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനില്ലേ ബൈബിളിൻ്റെ, സഭ ഉപയോഗിക്കുന്ന ഭദ്രമായ ഒരു തർജ്ജിമയാണത്. അതിൻ്റെ ഇതിനകത്തുള്ള എല്ലാ ഡയലോഗും ആ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്കും സത്യസന്ധമായിട്ട് പഠിക്കുന്നവർക്കും
ഇപ്പം ന്യൂസ് ആൻഡ് വ്യൂസ് പോലെയാണല്ലോ, പലപ്പോഴും പല തർജ്ജമകളും വ്യൂസാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡ് വേർഷൻ. ഞാനത് കാരണം ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടോണ്ടിരിക്കും, അപ്പോൾ കാണുകയും ചെയ്യും. അപ്പം അതിനകത്ത് യൂദാസ് വരുന്നൊരു ഭാഗമാണ്. യൂദാസ് വരുന്ന ഭാഗം ഈ അപ്പോസ്തലന്മാരൊക്കെ ഈശോ സന്ധ്യ നമസ്കാരത്തിലാണ്. അത് രസമാണ് ഫ്രാങ്കോ സെഫ്രേലി ഇത് അവതരിപ്പിക്കുന്നത്. അത് ഈശോ എന്തോ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, കാലം നീട്ടിക്കൊണ്ട് ഒരു പ്രത്യേക ലൂസ്ഡ് സ്റ്റൈലിലിരിക്കുക. പക്ഷേ ഈശോയുടെ 2 കൈകൾ കൊണ്ട് ഈശോ മുഖം ഇങ്ങനെ പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടുത്ത് കാണുന്ന അവർ അപ്പോസ്തലന്മാരൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണല്ല, അവിടുത്തെ തീ കൊണ്ട് അല്ലാതെ തന്നെ തണുപ്പിന് തീയിട്ടിട്ടുണ്ട്. ഈ തീ ഇങ്ങനെ ആളി ഇളകി കത്തണുണ്ട്. അപ്പം ഈ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിജൃംഭിതമായ ആന്തോളനങ്ങളൊക്കെ ഈ തീ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ച് നമുക്ക് ഒരു ഫീലാണത്. ശരിക്കും ഒരു സ്ഥിര വെളിച്ചമല്ല, കുറച്ച് തീയുടെ ഇളകുന്ന ഒരു പ്രകാശം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ചൂടും പൊള്ളലും ഒക്കെ ഈശോ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. തീ വളരെ അടുത്ത. അപ്പോഴാണ് ഇരുട്ടത്ത് കൂടി ഒരാൾ വരുന്നത്. അയാളങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ കണ്ണ് തുറക്കുമ്പോൾ ഇയാളെ കാണും. അപ്പം അയാൾ ഈശോയോട് പറയും, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വാണ്ട് യു ഡിസൈപ്പിൾ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. അപ്പം അതിൻ്റെ പ്രത്യേകത, മറ്റെല്ലാ അപ്പോസ്തലന്മാർ ഈശോ വിളിച്ചതാണ്, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക പറഞ്ഞു. ഈ മനുഷ്യൻ മാത്രമാണ് വന്നിച്ചും ഐ വാണ്ട് ടു ഫോളോ യു എന്ന് പറയണം, എനിക്ക് നിന്നെ. ഫ്രാങ്കോ സെഫ്രേലിയുടെ ഒരു ബാലൻസ് ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈശോ ആണെങ്കിൽ ഇതിന് യേസും പറയത്തില്ല, നോയും പറയത്തില്ല. ഈ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പുറത്ത് നിൽക്കുന്ന ആളാരാണെന്ന്? അതാണ് യൂദാസ്. അപ്പം യൂദാസ് വരുന്നുണ്ടെന്ന് ഈ കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഹീസ് കമ്മിങ് എന്ന്. അപ്പോൾ ഈശോ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഈ വരുന്ന തിന്മയെ കാണുന്നുണ്ട് ശരി. എന്നിട്ട് അപ്പം ഞാൻ ഇത് കാണുമ്പോഴേക്കും ഈശോ എന്ത് പറയുമായിരിക്കും ഇയാളോട് എന്ന് പറയുമ്പോൾ ഈശോ ഒന്നും പറയത്തില്ല ഇയാളോട്. ഇയാൾ പോകാതെ അങ്ങനെ നിൽക്കും അവിടെ ആ ഇരുട്ടത്ത്. അപ്പോൾ ഈശോയോട് പറയും, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. വളരെ ഇങ്ങനെ അളന്ന് തൂക്കി നമ്മുടെ ചങ്ക് പതറിപ്പോകും നമുക്ക്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയണത്. അതാണ് നമുക്ക് വിഷമം ഉണ്ടാകണത്. ഇത് ഈശോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം. അപ്പോഴേ ചില സമയത്ത് അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും അവന് നേരത്തെ അറിയാമായിരുന്നു ഒരു വാക്കുണ്ട്. യോഹന്നാൻ 13:11. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പൊ അവൻ ഈശോയ്ക്ക് ആളെ അറിയാമായിരുന്നു. അതാണ് വിഷയം. ഇപ്പോഴല്ല, ആദ്യമായി വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഈ ഫ്രാങ്കോ സെഫ്രേലി പറഞ്ഞു വെക്കുന്നത്. ഇത് ഈശോയുടെ ഒരു പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ പൊതുപ്രശ്നമാണ്. നമ്മൾ ദൈവമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടിയുള്ള അറിവുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായ ഡീലുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ 6:6 അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. ആ 5 അപ്പം വർദ്ധിപ്പിക്കണ അപ്പമേ ഇവർക്ക് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നൊക്കെ ചോദിക്കണില്ലേ? അപ്പം ഇവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലേ ഈ വിഷയത്തിന് സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാം.
എന്തു ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈ നേരത്തെ എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ പലപ്പോഴും ചെന്ന് പണി മേടിക്കണ ഈ ഒരു വാക്കിലാണ്. യോഹന്നാൻ 3:18 എടുത്തേ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വസിക്കായിക മൂലം. നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കണം തന്നെ വിചാരിക്കുന്നത്. നിങ്ങൾ ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത്രയും നേരം കെട്ടിക്കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ചുമ്മാ വല്ല കാശ്മീരില വല്ല ഗോകർണത്തെ ഇരുന്നുകൊണ്ട് ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം തന്നെ ഓഫർ ലെറ്ററും പണവും കാശും എല്ലാം ഇവിടെയെല്ലാം തെറ്റിപ്പോയി കെട്ടിക്കിടന്ന് തടസ്സമായി കിടന്ന് അതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചീപ്പൂരി വിടണ പോലെ തന്നെ കാണാം. എന്താ കാര്യം? കാരണം അയാൾ ഉടമ്പടി എടുത്താൽ ശരിയാവുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് എൻ്റെ വിഷയം. നിങ്ങളുടെ ഈ ഉടമ്പടി കുറേ ആൾക്കാർ ലാഗ് ചെയ്യണില്ലേ, തടസ്സം. അതിൻ്റെ കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ദിവസം അറിയാം. ഇത് പോയാൽ പോന്തോടിയ വെയിൽ വരെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് വിശ്വസ്തത കാണിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അങ്ങനെ ഒരു പണി മേടിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് ഉടായ്പ കാണിച്ചാലും കർത്താവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെടിപ്പും മെനയുമായിട്ട് വൃത്തിയും വിശുദ്ധിയുമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് പണി എളുപ്പമാവും. നമ്മളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടണത്, നമ്മുടെ ഉടായ്പ കാരണം. അതുകൊണ്ട് വളരെ എന്തെങ്കിലും തരത്തിൽ ഒരു അലംഭാവം ഉടമ്പടിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ആ പഴയ പവറിലേക്ക് വരാൻ നോക്കണം. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ജീവിതത്തില് സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് എന്റെ ഉയർച്ചക്കായി അതിനെ ക്രമീകരിക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും അവളുടെ കയ്യിൽ ദ്വൈവാസന്റെ കയ്യിൽ കയ്പയിരിപ്പുണ്ട്. കട്ടൻ കയ്പയും. കയ്പെന്ന് പറയുന്നത് എന്താണ്? കട്ടില്ലേ, കട്ടിനാണ് നമ്മൾ കട്ടെന്ന് പറയത്തില്ല, അതിനാണ് കയ്പ് എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? അവർ കരളും കയ്പ് എടുത്തുകൊണ്ട് പോകുന്നത്, ചങ്ക എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നാ പറഞ്ഞത്? ഇപ്പോൾ അസ്ത്രീയാസ്ത്രീ കൊണ്ടുവിടാം. ഓരോ സമയത്തും ദൂതൻ കൂടെ ഉണ്ടാവും. ഇവർ ദൂതൻ എന്താ വിട്ടു പോകാത്തത്? ഇവരുടെ ജീവിതത്തിൻ്റെ നിലപാട് കൊണ്ടാണ് ദൂതൻ വിട്ടു പോകാത്തത്. ദൂതൻ ഇപ്പോഴും ഉണ്ട്. ആ യാത്ര പൂർത്തിയാക്കുകയാണ്. ശുഭമാക്കുക എന്നുള്ള ഈ ദിവസങ്ങളൊക്കെ കർത്താവ് പറയുന്ന വാക്കുകളല്ലേ. ഇവിടെ യാത്ര ശുഭം കണ്ട. അതായത് ഇപ്പോഴും അസ്ത്രീയാസ്ത്രീ പറയും, ഇനി നീ അന്ധനായ അപ്പന്റെ കണ്ണിലേക്ക് ആ കയ്പ പിഴിഞ്ഞൊഴിക്കാൻ പറയും. 11:7 റഫായേൽ പറഞ്ഞു, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അതായത് തോബിയാസിന്റെ അപ്പനാണ് തോബിത്ത് അന്ധനായിരുന്നു. ആ കുരുവെന്ന് കാട്ടിച്ച് കണ്ണുപോയതാണ്. ആ കണ്ണ് തിരികെ എടുക്കാൻ വേണ്ടിയാണ് മീനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം പക്ഷേ മീൻ വിഴുങ്ങാൻ വന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷേ വിഴുങ്ങാൻ വന്നതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്തതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതായത് ഇവർ ഉടമ്പടി, അപ്പനും മകനും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പനും മകനും ഉടമ്പടി കർക്കശമായിട്ട് തെറ്റാത്ത രീതിയിൽ ഉടമ്പടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ നിയോഗങ്ങളുണ്ട്. അതെല്ലാം അവസാനം ശുഭമായി. ഇപ്പം നമ്മളെ ഈ എഫേസ്യൻസിലെ
എഫേസ്യൻസ് വായിക്കത്തില്ലേ? എന്താണ് 3:20 വായിച്ചേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ഒന്ന് പറഞ്ഞേ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പക്ഷെ പോയതെന്തിനാണ്? കടം മേടിക്കാൻ തിരിച്ചു, ആ വെള്ളി ഏൽപ്പിച്ച് തിരിച്ചു വാങ്ങിക്കാൻ പോയതാണ്. കിട്ടിയത് എന്തെല്ലാം കിട്ടിയെന്ന് നോക്കിയാൽ എൻ്റെ ഇടയ്ക്ക് എന്തെല്ലാമാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതായത് തോബിയാസിന് ജീവിത പങ്കാളിയെ കിട്ടി, അതേസമയം തന്നെ അപ്പൻ്റെ കണ്ണ് തെളിഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ കാർക്കശ്യങ്ങളിലെ ഒത്തുതീർപ്പില്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി ചെയ്യുമ്പോഴും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇവരെക്കാൾ അധികമായി. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ. യോഹന്നാൻ 21:15 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ഇവരെക്കാൾ അധികം എന്ന് പറയുമ്പോൾ വ്യക്തികൾ അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ ഒരു വശമാണ് ഇതിനേക്കാൾ അധികമായി. ഇവരെക്കാൾ അധികം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? ഇതിനേക്കാൾ അധികമായി. ഇവരെന്ന് പറയുമ്പോൾ പേഴ്സണാണ് അവിടെ വരുന്നത്. നമ്മുടെ ജീവിതാനുഭവം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വ്യക്തികൾ മാത്രമല്ല. ഇപ്പം നിങ്ങൾക്കൊരു രോഗമുണ്ട്, അത് നിങ്ങൾ ഡെസ്പാണ് ശരിക്കും. ഇപ്പോൾ കർത്താവ് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയം അതല്ലേ? അതിനേക്കാൾ അധികമായി നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഇപ്പം നീ ഒരു ചിട്ടി വീഴാൻ വേണ്ടി ഉടമ്പടി ഇട്ട്, ചില ആൾക്കാർ ചിട്ടി വീഴുന്നുണ്ട്, നല്ല കാര്യം. അത് നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, അത് ശരിക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി സാക്ഷ്യം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഇടപെടലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതുകൊണ്ടാണ് തുടക്കണമെങ്കിൽ ദൈവം കൈ നീളുമെന്ന് പറഞ്ഞ ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മങ്ങൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? നീ ദൈവത്തെക്കാൾ അധികമായിട്ട് ചിട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന പ്രശ്നം. ഇതിങ്ങനെ കുറേ പെണ്ണുങ്ങൾക്ക് പണിമേടിക്കണം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അവരൊരു കാര്യം ചെയ്യും, അവർ ചിലപ്പോൾ നിങ്ങളോർക്കും ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം എല്ലാം മുഴുവൻ ഞാൻ ജയിക്കും. പക്ഷെ അവർ ഉടനെ തോറ്റുപോകും. തോറ്റു പോകുമ്പോൾ ഉടനെ പിന്നെ അവർ ഉടമ്പടി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഉടമ്പടിയേക്കാൾ ദൈവത്തെക്കാൾ അധികമായി IELTSനെ നിങ്ങൾ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് പിടികൊടുത്തില്ലേ? ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായി. അതായത് നിങ്ങളൊരു വിഷയം, ഇപ്പോൾ നിങ്ങളൊരു വസ്തു വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം എന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കണം, ജപ്തിയായി പോകണം, നിങ്ങൾക്ക് വിൽക്കണം, ഉടമ്പടി എടുത്തിരിക്കണം. പക്ഷേ ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ട്. ഇപ്പോൾ സെലു തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ യൂറോപ്പിൽ പോകുക, ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ അവിടെ എന്താ പറഞ്ഞത്? നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ യൂറോപ്പിൽ പോകുമെന്ന് പറഞ്ഞു. അതെന്താണ്? കർത്താവ് എന്നോട് പറഞ്ഞതാണത്. ഇവളുടെ പ്രമാണം കൊണ്ട് ഈ വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇവിടെ തന്ന പേപ്പർ കൊണ്ടുപോയി കർത്താവിനടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന നോട്ടാണ്, എൻ്റെ ഉള്ളിൽ തന്ന നോട്ടാണ്. ഞാൻ പറഞ്ഞു, നീ ജയിക്കുക ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ പോകുമെന്ന് കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എന്നാ പറ്റിയ? അവളെ തിരിച്ച് അവളുടെ ഏജൻസി തന്നെ, ഏജൻസിക്ക് അവർ 4 ലക്ഷം രൂപ കൊടുത്തായിരുന്നു നേരത്തെ. എന്തിനാണ് ഇവിടെ തോറ്റിരിക്കണത്? ഇപ്പോൾ എന്നാ പറ്റിക്കുന്നത്? ഇവിടെ അത് ഫോർവേഡായി പോയി. ഇതിൻ്റെ ഓണർ അവളെ തിരിച്ച് വിളിക്കും. ഈ അയർലൻഡിൽ നിന്ന് ഓണർ തന്നെ വിളിക്കും, ചോദിക്കും നിങ്ങൾ എത്ര രൂപയാണ് ഏജൻസിക്ക് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഓണർ പറയും, അത് ഓണറിനോട് ഇവിടെ പറയും, അത് പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യലാണ് എന്ന് പറയും. അപ്പോൾ ഓണർ പറയും, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ 5 പൈസ വാങ്ങിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പൈസയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാൻ പറയും. ഉടനെ അവർ പറയും, ഞാൻ 15 ലക്ഷം ഏജൻസിക്ക് കൊടുത്തു, 5 ലക്ഷം പ്രോസസ്സിംഗ് ചാർജ് 20 ലക്ഷം എന്ന് പറയും. ഉടനെ ഓണർ പറയും, എൻ്റെ ഫേമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, 5 പൈസ അടക്കണ്ട, നിങ്ങൾക്ക് വിസ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. നോക്കിയേ, വിഷയം കണ്ടില്ല? ഒരു IELTS ഇല്ല, പരീക്ഷയില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. അമ്മ റിക്രൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നീ പോകുമോ, നീ ജയിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നീ യൂറോപ്പിൽ പോയിരിക്കും. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് അവൾ പറഞ്ഞു, അമ്മേ ഞാൻ 5 ലക്ഷം കൊടുത്തല്ലോ, എനിക്ക് വേണ്ടി ചില പ്രോസസ്സിങ്ങിന് വേണ്ടി 2.5 ലക്ഷം ചിലവായി കാണും. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് കുറച്ച് പർച്ചേസ് നടത്താൻ പറ്റുമല്ലോ. നമുക്ക് മനസ്സിൽ വരുന്ന കാര്യം വന്നതുപോലെ അങ്ങ് പറയണം. അവിടെ എന്നിട്ട് പഴയ ഏജൻസി 5 ലക്ഷം മേടിച്ച ഏജൻസിയോട് പറയും, എനിക്കിങ്ങനെ അവിടുന്ന് ഫ്രീ വിസ തന്നു, ഞാൻ പോകുകയാണ്, എനിക്ക് എൻ്റെ പൈസ അത്രയും ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിക്കും, തിരിച്ചു തരാമെന്ന് ചോദിക്കും.
5 ലക്ഷം രൂപ ചിലവായില്ലെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാൻ പറ്റും. അപ്പോൾ അയാൾ എന്ത് പറയുന്നറിയാമോ, മാഡം ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് 1.5 ലക്ഷം രൂപയെ പ്രോസസ്സിംഗ് ആയിട്ടുള്ളൂ, ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയും. അത് മദർ ഇടപെടുമ്പോൾ വിഷയമെല്ലാം മാറും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിവാന്ന് മദർ ഇടപെടുമ്പോൾ മൊത്തം വിഷയങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ചതഞ്ഞും നനഞ്ഞ് ഉണങ്ങി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുത്തിട്ട് ദൈവത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം. എന്താ കാര്യം, ഞാൻ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത്, ഈ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള അഭ്യാസമൊന്നുമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ വിഷയം ക്ലിയർ ആകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജീവിത രീതിയാണ്. ഇത് അങ്ങനെ ജീവിത രീതിക്ക് വെല്ലുവിളി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം. പക്ഷേ പറ്റുന്നവരെല്ലാവരും, കാര്യം ഇതിനേക്കാൾ മെച്ചമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് സാധാരണ മനുഷ്യൻ സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ പരിചയമില്ലെന്ന് മാത്രമേ എനിക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം, ഇത് അത്ര കണ്ട് മഹത്തരമായ ശ്രേഷ്ഠമായ ജീവിതമാണ്. ഇത് നിന്നെ ദൈവം തന്നെ ഈ വിളിയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്നെ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്, നീ ഇതിനുള്ള സാധ്യതയുള്ള ജന്മമായിട്ട് ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ അർപ്പിച്ച വിശ്വാസം നീ കളങ്കപ്പെടുത്താതെ നീ പറ്റുന്നത്രയും ദൈവത്തോട് ഒപ്പിച്ച് സുവിശേഷ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് വളരെ സുന്ദരമായിട്ടും ഹൃദ്യമായിട്ടും നിങ്ങളെ ആവേശഭരിതരായിക്കൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാഭിഷേകത്തിലെ ഈശോ നമുക്ക് വചനങ്ങൾ നൽകിയത്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കർത്താവിൻ്റെ ദിവസം ഇവിടെ എത്തിയത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് ബോധ്യം ഉണ്ടാകണം. ഈ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമാണ് ചവിട്ടിച്ചിരിക്കണമെന്ന് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടുകയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഈ കുഞ്ഞു സ്ഥാപനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10,000 സാക്ഷികളുടെ പിൻബലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, എന്നിലൂടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണിലൂടെ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഉടമ്പടി എന്താണോ അതിൻ്റെ ആത്മാവനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രത്യേകമായ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിയമങ്ങൾ പാലിക്കാനുള്ള ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പങ്ക്രിയാസിലൊക്കെ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഇങ്ങനെ ചില അവയവങ്ങളിൽ ഇതുപോലെ കല്ല് ഫോം ചെയ്യുന്നതുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അടിപ്പെടുന്ന പോലെ വൈദ്യാക്കാലം പോലെ നിബന്ധിച്ചുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. നടുവ് വേദനയുള്ളവരുടെ നടുവ് പിൻകഴുത്തുകൾ ഇങ്ങനെ മുന്തിയിരിക്കുന്നുണ്ട്. അവരെല്ലാം അത് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ളവരാണ്. പലപ്പോഴും ഇങ്ങനെ മുതുക് കുഞ്ഞ് പിൻകഴുത്ത് ഉന്തിയിരിക്കുന്നത്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥനയുടെ പരിധി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വല്ലാണ്ട് കൊഴിഞ്ഞു പോകുന്നവർ, വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം ചൂടാകുന്നവർ, പ്രഷർ വിട്ടുമാറാത്തവർ, ഷുഗർ രോഗികൾ, അതുപോലെ പല ശരീരങ്ങളെ അസ്ഥികളെല്ലാം ദ്രവിക്കുന്നവർ, അസ്ഥി സന്ധികളിൽ നീര് വെക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രഷർ മാറ്റമില്ലാത്ത രീതിയിൽ നിൽക്കുന്നൊരു കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജീവിത പങ്കാളി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് തരത്തിലും ദൈവത്തിന് നിന്നെ സഹായിക്കാം. മറ്റു മനുഷ്യർ എന്നെ ശക്തനാക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് നിൻ്റെ സങ്കടം എന്താണോ, നിൻ്റെ വിഷയം എന്താണോ, നിന്നെ ഏത് തരത്തിലും സഹായിക്കാൻ, ഏത് അവസ്ഥയിലും സഹായിക്കാൻ നിൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശരീരം മുഴുവൻ വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അതുപോലെ തന്നെ അർസസ് രോഗികൾ, അൾസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, ജോലി അന്വേഷിക്കുന്നവർ,
ഓരോരോ പേപ്പറുകൾ, രേഖകൾ അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, പരീക്ഷയുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, വീടിന് സമാധാനം ഇല്ലാത്തവർ, എല്ലാ മേഖല പൈശാചിക ബന്ധങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇട്ടുമുഴക്കാൻ പോലെ സ്തുതിക്കട്ടെ. ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതലെ അടിപ്പിഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ സത്യം നിങ്ങൾ സ്ഥിരപ്പെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഈശോയുടെ സത്യയുടെ ഈശോ കുഞ്ഞു കമ്പോളങ്ങൾ നടത്തുന്നവര്, കടകൾ നടത്തുന്നവര്, വ്യാപാരങ്ങൾ നടത്തുന്നവര്, വരുമാനമായി നിന്നുപോയവര്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര്, ലഹരിവർദ്ധന അടിപ്പെട്ടു പോയവര്, ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളില് പിരിഞ്ഞു പോയവര്, പിരിഞ്ഞു പോയി കേസിലായിരിക്കുന്നവര്, പോസ്കോ കേസ് അകപ്പെട്ടു പോയവര്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ രേഖകൾ ഒപ്പിടാനുള്ളവര്, പ്രമാണം നടക്കാനുള്ളവര്, കേസുകൾ പറഞ്ഞു തീർക്കാനുള്ളവര്, കാണാതെ പോയ വ്യക്തികളെ, കാണാതെ പോയ വസ്തുക്കൾ, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകള്, സസ്പെൻഷനിലായിരിക്കുന്നവര്, കേസ് നടപടിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവര്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ മാറിയ തടസ്സങ്ങള്, ജീവിതദുരിതങ്ങള്, തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടനിക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിൻ്റെ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വരുമാന മാർഗം കെട്ടുപോയവരുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാതിൽ നിന്ന് കുറുകൂടെ പഴുപ്പ് ഇടത് കാതിൽ നിന്ന് പതിപ്പ് ചാടുന്നവരെ കാണുന്നുണ്ട്. കർത്താവ് സുഖപ്പെടുന്നവരുടെ കർത്താവിന് സന്ദേശമുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, എങ്കിലും അവിടെ പഴുപ്പൊന്നുമില്ല, പക്ഷേ വേദന ഉണ്ട്. അത് വിട്ടുമാറാത്ത രീതിയിൽ വേദന, റീഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കർത്താവ് വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ശ്രുതികട്ടെ. ശത്രുത കനപ്പിച്ച് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. ശത്രുത കനപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവർ എണിപാമ്പും കളി പോലെയാണ്. 99 ചെന്നിട്ട് നേരെ വിഴുങ്ങി പാമ്പ് 2 കൊണ്ട് മഞ്ചരിക്കണം. കൃപയുടെ ജീവിതം 0-2 കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മാറാതെ ഒരു മാർഗ്ഗവുമില്ല. ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും സർവ്വപരി സുവിശേഷത്തിൻ്റെ ശക്തമായ വരങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇടിമുഴക്കം വരെ സ്തുതിക്കട്ടെ. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഫേസ്യൻസ് 3:20 തിരുവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളെ വിഴുങ്ങാൻ വരുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി അധികമായി നമ്മിൽ പ്രവർത്തിച്ച് വൻ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് നീ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നമേഖലകളിലും ഉണ്ടാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.